അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ എന്താ പറയുക, ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ആ ലേക്കിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ക്രേസി. ഇത് തികച്ചും പുതിയ ഒരു ദൃശ്യവിസ്മയവും അനുഭവവുമാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ദിസ് ഈസ് അമേസിങ് അല്ലേ. വടക്കൻ യൂറോപ്പിലെ ബാൾട്ടിക് രാജ്യങ്ങളിലൊന്നായ ലിത്വാനിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലിത്വാനിയയിലെ വിൽനിയസ് എന്ന് പറയുന്ന ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശോകമാണ്. ആകെ 2.5 മില്യൺ ആൾക്കാരേ ഉള്ളൂ ഈ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു സ്ഥലത്തേക്ക് പോവാണ്, ത്രക്കായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഒരു ലോക്കൽ ട്രെയിനിൽ കയറി വേണം പോകാനായിട്ട്. പ്ലാറ്റ്ഫോം 2 നിന്ന് അടുത്ത 3 മിനിറ്റിൽ എൻ്റെ ട്രെയിൻ പോവും. ഓ, ഇത് കിടിലൻ സ്റ്റേഷനാണല്ലോ, അടിപൊളിയാണല്ലോ, സൂപ്പർ സ്റ്റേഷൻ, പൊളിച്ച്. വാ, അടുത്ത 2 മിനിറ്റിൽ ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോവും. എൻ്റെ അമ്മ ജസ്റ്റ് ടൈം അടയില്ല. അയ്യോ, ജസ്റ്റ് സ്കിപ്പ്. 1/2 മണിക്കൂറൊക്കെ ഓടാനായിട്ടേ എത്ര അടിപൊളി ട്രെയിനല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പഴഞ്ചൻ ട്രെയിനിലൊക്കെ കിടക്കുന്നുണ്ട്. നോക്കി, എത്ര പഴക്കമുണ്ടാവുമല്ലോ അത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ മറ്റേ സോവിയറ്റ് കാലത്തെ ലോക്കോ ആയിരിക്കാനാണ് സാധ്യത. റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയ എന്നാണ് ശരിക്കും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പേര്. ശരിക്കും ഈ ബാൾട്ടിക് സീ എന്ന് പറഞ്ഞൊരു കടൽ പ്രദേശമുണ്ട്, ബാൾട്ടിക് സീ. ബാൾട്ടിക് സീയോട് ചേർന്ന് കിടക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഇതിനെ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓ, എന്തോ പടിയത്, എന്തോരം ലോക്കോൾ ട്രീ. വാവ്, ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോക്കോ. ഇത് എൻജിനാണ് ആ കാണുന്നത്, പുറകെ കണ്ടത് എൻജിൻ. ഈ ലിത്വാനിയോട് ചേർന്ന് നമുക്ക് റഷ്യയുടെ ഒരു എക്സ്ക്ലേവ് ആയിട്ടുള്ള കാലിംഗ്രാഡ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. എനിക്ക് നമുക്ക് ഈ വിസ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റും തോന്നി. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോകാൻ പറ്റും അവിടെ. ശരിക്കും മെയിൻലാൻഡ് റഷ്യയിൽ നിന്നും വിട്ടുമാറി കിടക്കുന്ന ഒരു റഷ്യയുടെ ഒരു പ്രദേശമാണ് കാലിംഗ്രാഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലിത്വാനിയയിൽ നിന്നും പോയിട്ട് വരാൻ പറ്റും. ആസ് യൂഷ്വൽ എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ തന്നെ ധാരാളം മലയാളികൾ ഇവിടെയുണ്ട്. മലയാളി വിദ്യാർത്ഥികൾ ധാരാളം ആളുകളുണ്ട്. അവർ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ അവരൊക്കെ കൂടുതലും കൗനാസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു നഗരത്തിലാണെന്ന് തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ദൂരമുണ്ട്. ഈ ട്രിപ്പിൽ ആ ഒരു സ്ഥലത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടുത്തെ ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ലിത്വാനിയൻ ഭാഷ എന്ന് പറയുന്നൊരു ഭാഷയാണ്. ഇവർക്കൊരു ഭാഷയുണ്ട് ലിത്വാനിയൻ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ് യൂറോപ്പും. അതായത് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഓരോ രാജ്യങ്ങളും വിഭജിച്ചിരിക്കുന്നത് നമുക്ക് വേണം മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിൽ ഫ്രഞ്ച്, സ്പെയിനിൽ സ്പാനിഷ്, ജർമ്മനിയിൽ ജർമ്മൻ ഭാഷ, പോളണ്ടിൽ പോളിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുഞ്ഞു രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഭാഷകളും റേസും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. ശരിക്കും ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വേൾഡ് വാർ 2 സമയത്ത് ജർമ്മൻസും അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോവിയറ്റ് രാജ്യമായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ പോലെ തന്നെ സോവിയറ്റ് യൂണിയനാണ് സത്യം പറഞ്ഞാൽ 1940 മുതൽ 90 വരെ ഇവിടെ ഭരിച്ചിരുന്നത്. 90-ലാണ് ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തോടു കൂടി ഇവർ ഒരു ഇൻഡിവിജ്വൽ രാജ്യമായിട്ട് സത്യം പറഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയ എന്ന രാജ്യമായിട്ട് മാറിയത്. അങ്ങനെ നമ്മൾ ത്രക്കായി എത്തിയിരിക്കുകയാണ്. ത്രക്കായി, വാവ്. വിൽനിയസ് ഏകദേശം 28 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ ഓടിക്കുന്ന ട്രെയിനാണ്. ഈ ഒരു സ്റ്റേഷൻ കണ്ടില്ല, ഇതൊരു കുഞ്ഞ് സ്റ്റേഷൻ. ഇത് ശരിക്കും ഇവിടെ ഒരു കാസിലുണ്ട്, ഒരു ലേക്കിൻ്റെ സൈഡിലൊരു കാസിലുണ്ട്. ആ കാസിൽ കാണാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ വൈബ് വേറെയാണ്. ലേക്കൊക്കെ ഫ്രോസൺ ആയിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലം, ഫുൾ സ്നോ വീഴുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറിപ്പോയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ലിത്വാനിയയിൽ റെയിൽവേ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻ്റർ കൺട്രി ഭയങ്കര വീക്കാണ്. അതായത് ഇവിടെ നിന്ന് ആകെ പോളണ്ടിലേക്ക് ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ലാറ്റ്വിയ വഴി എസ്റ്റോണിയയിലേക്ക് ഒരു ട്രെയിൻ ഒരു ദിവസം പോകുന്നുണ്ട്, രാവിലെ 7 മണിക്ക്, അതേ ഉള്ളൂ. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ കണക്ടിവിറ്റി വളരെ കുറവാണ്. നമുക്ക് ബസ്സാണ് ഏറ്റവും സൗകര്യം. പിന്നെ ലിത്വാനിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പല സ്ഥലത്തേക്കും ലോക്കൽ ട്രെയിനുകൾ, ഇതുപോലത്തെ ലോക്കൽ ട്രെയിനുകൾ അവൈലബിൾ ആണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുണ്ട്. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇത് മറ്റേ ബോൾട്ടിൻ്റെ പാർക്കിംഗ് ആണ്. പക്ഷേ അതൊക്കെ ഫുള്ളാണ്. ബോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. 1000-ലധികം ലേക്കുകളുള്ളൊരു രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ധാരാളം ലേക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലേക്ക് ശരിക്കും ഇത് വിൻ്ററായിട്ട് ഫുൾ വൻ ശോകമായിട്ട് കിടക്കുക. ഈ ലേക്ക് ആക്ച്വലി ഫ്രോസണാണ്. ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ഒരു ഡ്രീമായിരുന്നു, തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്, -. എൻ്റെ ഒരു ഡ്രീമായിരുന്നു
ഈ പറഞ്ഞ പോലെ ഫ്രോസൺ ലേക്കിലൂടെ നടക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി ചെയ്യണം എന്നുള്ളത്. അവിടെ ലേക്കിന് നടുവിൽ ഒരാൾ നിൽക്കുന്ന എന്തോ ഫിഷിങ് എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നത് കാണാം. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം അങ്ങനെ പരിപാടി. മോനെ ഇത് കണ്ട, ഇത് ഫുൾ ഫ്രോസൺ. ആളുകൾ ഇറങ്ങി നടന്നു പോകുന്നതൊക്കെ കാണാമല്ലോ. ദൈവമേ, ഇത് നമ്മൾ ഇറങ്ങി ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് കുഴിഞ്ഞു പോകുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എനിക്കറിയത്തില്ല. ഐ മീൻ ആളുകളുടെ ഷൂവിൻ്റെ പാടൊക്കെ നമുക്ക് കാണാം. കണ്ടോ, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? അയാൾ അവിടെ ഫിഷിങ്ങോ എന്നാ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എനിക്ക് അയാളുടെ അടുത്ത് പോകണമെന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെ പോകാനാ, എനിക്ക് പേടിയാവുന്നത്. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒന്ന് ഇറങ്ങി നോക്കാൻ തീരുമാനിച്ചു. എൻ്റെ പൊന്നെ, ഇത് കണ്ടാ, ഇത് സ്ട്രോങ് ആണ്. ഇത് ബ്രോ, ഇത് നമ്മൾ കാണുന്ന, എൻ്റെ ദൈവമേ, ഇത് ഇവിടെ മാത്രമാണ് അലിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല. ഇത് വല്ല വടിയും കൊണ്ട് കുത്തി കുത്തി നടക്കണം, എന്നാലേ പറ്റുള്ളൂ, എന്നാലേ അറിയുള്ളൂ. അല്ല നമുക്ക് അതിൻ്റെ പരിപാടി അറിയത്തില്ലല്ലോ. അത് വടി, ഇത് കാര്യമില്ല. അതുകൊണ്ടോ, എൻ്റെ ദൈവമേ ഗൈസ്, അങ്ങനെ ഞാൻ വെള്ളത്തിന് മേളിൽ കൂടെ നടന്നു. എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആൾക്കാരൊക്കെ നടന്നു പോയ പാടുകൾ കണ്ടോ. ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതായത് മറ്റേ ഐസ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടോ, അതുപോലത്തെ കുഴിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ ഇവിടെ, ഇത് കുഴിയാണോ? അല്ല, കുഴിയല്ല. ദൈവമേ, ഇതിങ്ങനെ ചെറുതായിട്ട് അലിഞ്ഞു കിടക്കുക. ഇതെന്ത് സൗണ്ട് കേൾക്കുന്നേ? ഇതിനടിയിലേക്ക് ഭയങ്കര ലെയർ ഓഫ് ഐസ് ഇങ്ങനെ കിടക്കുന്ന കാണാം. എൻ്റെ പൊന്നോ, ഇതെന്തോന്നടേ ഇത്? ഇതിങ്ങനെ അലിഞ്ഞ് ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇനി വിൻ്റർ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്കിനി സൂര്യപ്രകാശം വന്നു കഴിയുമ്പോഴത്തേക്കിനും ആയിരിക്കും ഇനി ഈ ലേക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായി മാറുന്നത്. സമ്മർ ആകുമ്പോഴത്തേക്കിനും ഇത് എക്സ്ട്രീം വെള്ളമായി മാറുന്ന അവസ്ഥ വരും. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ എന്താ പറയുക, ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ആ ലേക്കിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ക്രേസി. അയ്യോ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇതൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇതിനപ്പുറത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഇതുപോലൊരു ഫ്രോസൺ ലേക്ക് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ആകെ കാണാൻ പറ്റുന്ന പാങ്കോങ് ലേക്കേ ഉണ്ടാവുള്ളൂ. ഞാനത് പോയി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത്ര എക്സ്ട്രീം വിൻ്ററിൽ ഞാനവിടെ പോയിട്ടില്ല. അപ്പോൾ അത് പറ്റുമായിരിക്കും, അതങ്ങനെ ഉണ്ടാവണമായിരിക്കും. പക്ഷേ ഒരു സൗത്ത് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഇത് തികച്ചും പുതിയ ഒരു ദൃശ്യവിസ്മയവും അനുഭവവുമാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഈ യാത്രയുടെ തുടക്കം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു ഇതുപോലൊരു ഫ്രോസൺ ലേക്കിലൂടെ നടക്കണം എന്നുള്ളത്. സോ ദാറ്റ് ഐ ആം ആക്ച്വലി എക്സ്പീരിയൻസിങ് ഇറ്റ്. എനിക്കിവിടെ നിന്ന് അവിടെ വരെ, ആ ചേട്ടൻ അവിടെ ഇരുന്ന് ഫിഷിങ് ചെയ്യുന്ന അവിടെ വരെ പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ല, സമയവും ഇല്ല. എന്തായാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോട്ടോ. ലൈക്ക് ദിസ് ഈസ് അമേസിങ് അല്ലേ? ഒന്ന് ആലോചിച്ച് ചോദിക്കുക, പ്രകൃതിയുടെ ഓരോ പരിപാടികൾ എന്തൊക്കെയായിരിക്കും അല്ലേ? എക്സ്ട്രീം വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഈ ഇത്രയും ഈ ലേക്ക്, അതായത് ഈ വലുതായിട്ട് കിടക്കുന്ന ഈ ലേക്ക് കംപ്ലീറ്റ് ഫ്രോസൺ ആകുക എന്ന് പറയുമ്പം അതെന്തായിരിക്കും? അപ്പം എത്ര തണുപ്പായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് കാലാവസ്ഥ മാറുമ്പോഴത്തേക്കിനും 3-4 മാസം ഇത് നോർമലായിട്ട് വെള്ളമുള്ള ലേക്കായിട്ട് മാറും എന്ന് പറയുമ്പോഴത്തേക്കിനും ഓ മൈ ഗോഡ്, അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത. നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിലേക്ക് വെതർ എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ അല്ലേ? വല്ലപ്പോഴും ഇച്ചിരി കുറച്ച് സമയം നല്ല എക്സ്ട്രീം ചൂട് വരും എന്നുള്ളതല്ലാതെ നമ്മളൊക്കെ എത്ര സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത്. ഈ തണുപ്പത്ത് ജീവിക്കുന്നത് ചൂടത്ത് ജീവിക്കുന്നതിനെക്കാട്ടി കഷ്ടമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. എന്തായാലും ഐ ആം സോ ഹാപ്പി. ഇത് കണ്ടോ, ഇത് അങ്ങോട്ട് ഇച്ചിരി പ്രശ്നമാണോ എങ്കിൽ സംശയമുണ്ട്. കാരണം ദിസ് ഇസ് നോട്ട് എ റൈറ്റ് ടൈം ടു വാക്ക്, അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ, അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ചാടരുത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറൊക്കെ ആയിരിക്കും ഇങ്ങനെ ഈ ഹാർഡായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഈ താഴത്തെ ലെയറിലേക്ക് പോകുമ്പോഴത്തേക്കിനും എത്ര മത്സ്യങ്ങളുണ്ടാവും അല്ലേ? ഇപ്പോഴും ആ തണുപ്പത്തിങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ ചിലപ്പം ഈ ഫ്രോസണായിട്ട് ഇരിക്കുന്ന ചത്തുപോയ മത്സ്യങ്ങളുണ്ടാവും, എനിക്കറിയത്തില്ല അതിൻ്റെ പരിപാടികൾ. ഇത് ആക്ച്വലി ഇത് നല്ല ഹാർഡാണ്. ഇത് ഡ്രിൽ ചെയ്താണ് ആളുകൾ ഫിഷിങ് ചെയ്യുന്നത് ഇവിടെ. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോസ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ പല ആൾക്കാർ. സോ അത്യാവശ്യം നല്ല ഹാർഡാണ് ബേസിക്കലി അത്. നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഐസ് ഫിഷിങ്ങും കൂടെ ചെയ്യണം. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ശൈത്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള സ്ലോപ്പായിട്ടുള്ള റൂഫായിരിക്കും ഉണ്ടാകുക.
നല്ല ഭംഗിയുള്ള വീടുകൾ. എനിക്കിനി ആ ക്യാസിൽ കാണാൻ പോകാനായിട്ട് ഏകദേശം 2.5 കിലോമീറ്റർ നടക്കണം ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടി. ഈ കാക്കയൊക്കെ ലേക്കിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ലേക്കിൻ്റെ സൈഡിൽ കൂടി 2.5 കിലോമീറ്റർ നടക്കണം. വേറെ വണ്ടിയൊന്നുമില്ല ഇവിടെ. അല്ല പിന്നെ ടാക്സിയോ വല്ലതും എടുക്കേണ്ടി വരും. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഞാൻ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ച് തിരിച്ച് നമുക്ക് ടാക്സി എടുത്ത് വരാം. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റാണേ. പൂക്കളൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ. എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ് കേസ്. ഒന്നും ഒറിജിനലല്ല. കാണുമ്പോഴത്തേക്കിനും എല്ലാം ഒറിജിനലാണെന്ന് തോന്നും. പക്ഷേ എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതെന്തോടെ ഇതിനും മാത്രം പൂക്കടകളുള്ളത്. പക്ഷേ എല്ലാം പ്ലാസ്റ്റിക്കാണ്. കണ്ടു കഴിഞ്ഞാൽ പറയാം പ്ലാസ്റ്റിക്കാന്ന്. എവറിത്തിങ് ഈസ് പ്ലാസ്റ്റിക്. ഞാനൊരു ബോൾട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. 17 മിനിറ്റ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഒന്നും അക്സെപ്റ്റ് ആവുന്നുമില്ല. 3 യൂറോയുടെ യാത്ര പോകാനായിട്ട് 18 മിനിറ്റ് ദൂരെയുള്ള ഒരു ടാക്സി എനിക്ക് കിട്ടി. അതും ടെസ്ല മോഡൽ 3 വൈറ്റ്. 3 യൂറോയ്ക്ക്. എൻ്റെ പൊന്നെ എന്തുവാടേ ഇതാ. ഇയാൾ 18 മിനിറ്റ് ദൂരെ നിന്ന് ഇവിടെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് പോകുന്നോ? ബെസ്റ്റ്. എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പോവാം. പക്ഷെ എന്തോ പരിപാടിയാന്ന് നോക്കിയേ. പഴയ ലിത്വാനിയൻ ഗ്രാമങ്ങളിലെ വീടുകളൊക്കെ കണ്ടോ? ഈ നമ്മൾ ഈ ഊട്ടിയിൽ കൊടൈക്കനാലിലൊക്കെ കാണുന്ന പോലത്തെ തടി കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടില്ലേ ഗൈസ്. ഞാൻ വീണ്ടും എനിക്കിവിടെ ഞാനിവിടെ വന്നത് ബേസിക്കലി ലേക്കിൻ്റെ മേളിൽ കൂടെ നടക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു പേടിയില്ലാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കിത് കാണാമോ താഴേക്കൊക്കെ? ഇത് കണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫിഷിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. ഞാൻ ആക്ച്വലി നടന്ന് സത്യം പറഞ്ഞാൽ മടുത്തു. അങ്ങനെയല്ല, 2.5 കിലോമീറ്റർ നടക്കണമല്ലോ. ടാക്സി ഇല്ല, വണ്ടിയില്ല, ഒരു കുന്തോ ഇല്ല. നടന്ന് മടുത്തു. ഇത് കണ്ടോ? പണ്ട് ഏതോ ഒരുത്തൻ വള്ളം കൊണ്ട് കരക്കിട്ടതാ. നോക്കിയേ, അതവിടെ കിടക്കുക. അതിനെ അനക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് കഴിയാണ്ട് അനക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ എല്ലാ ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ? എന്താല്ലേ ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ആ വള്ളം അവിടെ ചങ്ങല കിട്ടി വെച്ചിട്ടുണ്ട്. നോക്കിയേ ദൈവമേ, അത് അവിടെ നനക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ചങ്ങല കിട്ടി വെച്ചിരിക്കുന്നത് ആർക്കറിയാം. ഞാൻ ആക്ച്വലി ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇതെന്ത് രാവിലെ സുഷിയോ? ദൈവം, ഈ ഗ്രാമത്തിൽ വരെ സുഷി റെസ്റ്റോറൻറ്റ്. അടിപൊളി. ഈ കാണുന്നതൊക്കെ മറ്റേ ലേക്ക് വ്യൂ റെസ്റ്റോറൻറ്റുകളും മറ്റു സംഭവങ്ങളൊക്കെയാണ്. തുറന്നിട്ടില്ല ഒന്നും. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ബെറീസ് വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബെറീസ് കഴിക്കാം. യൂറോയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി ചീപ്പാണ് ബെറീസ്. ശരിക്കും ഈ ബെറീസ് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. നമ്മുടെ നാട്ടിലല്ല, എല്ലായിടത്തും എക്സ്പെൻസീവാണ്. ഇതിന് ഷുഗർ കണ്ടൻറ്റ് ഇല്ല, അതായത് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഫ്രൂട്ട്സാണ് ബെറീസ് എന്ന് പറയുന്നത്. സോ ലോ കാർബ് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബെറീസ് കഴിക്കാവുന്നതാണ്. ആകെ 5000 ആളുകളാണ് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നത്. 5000 പീപ്പിൾസ് ഓൺലി. ആ ഗ്രാമത്തിൽ ഒരു പള്ളിയാണ് കാണുന്നത്. എവ്രിവെയർ നീറ്റ് ആൻഡ് ക്ലീൻ, നോ ലിറ്ററിങ്, നത്തിങ്. എല്ലായിടത്തും ഡസ്റ്റ്ബിൻസും ഉണ്ട്. അടിപൊളി. പഴയ വീടുകളൊക്കെ കാണാൻ കണ്ടോ? ഈ വീടുകളെല്ലാം നോക്കിയാൽ എല്ലാം ഈ പഴയ വുഡൻ വീടുകൾ കണ്ടോ? എന്ത് സെറ്റപ്പാ അല്ലേ? ശരിക്കും ഞാൻ എക്സ്പെക്ട് ഇതുപോലെയുള്ള വീടുകളൊക്കെ ഉണ്ടെന്ന് യൂറോപ്പിൽ. ഇതിനപ്പുറത്തെ വീടുകളുണ്ട് സുഹൃത്തുക്കളെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ദാരിദ്ര്യം പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും ദാരിദ്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, പറയാൻ പറ്റില്ല. പുതിയ വീടുകളുണ്ട് കേട്ടോ. നമ്മളെ വിചാരം യൂറോപ്പൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരും സമ്പന്നനാണെന്നല്ലേ. അയ്യോ, ഇവിടെയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഇവർക്ക് കുറേ അലവൻസുകളും പിന്നെ കുറേ ബെനഫിറ്റ്സുകളൊക്കെ ഇവർക്ക് കിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല ടാക്സ് അല്ലേ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും സാധാരണക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്. ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒരൊറ്റ ബസ് ഞാൻ കണ്ടില്ല ഇവിടെ. ഏതോ ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നത് പൊളിച്ചിട്ട് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അവിടെ. ഇതെന്തോ ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഇതൊരു സമ്മർ ഡെസ്റ്റിനേഷനാണ് ബേസിക്കലി. കാരണം സമ്മർ എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രീം വൈബാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കിവിടുത്തെ വീടുകളൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും ഒരു റിസോർട്ട് ടൗണും കൂടിയാണ്, ഒരു ലേക്ക് സൈഡ് റിസോർട്ട് ടൗൺ. ആളുകൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി, വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി സമ്മറിൽ ഇവിടേക്ക് വരും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളുള്ള ഒരു ഗ്രാമം സത്യം പറഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ വീടുകളൊക്കെ. ദിസ് ആർ റിയലി ഗുഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും അടിപൊളിയല്ലേ. ഇത് ശരിക്കും തടിയാണ്. മറ്റേ ഇവരുടെ എന്താ പറയുക, റഷ്യന്നൊക്കെ വരുന്ന തടിയുണ്ടല്ലോ, ആ സാധനമാണിത്. എന്നാലും ഈ എക്സ്ട്രീം തണുപ്പത്ത് എത്രത്തോളം ഇൻസുലേഷൻ കൊടുത്തിട്ടായിരിക്കും ഈ പഴയ തടി കൊണ്ടുള്ള ഈ കെട്ടിടങ്ങളൊക്കെ ഇവർ നിർമ്മിച്ചിരിക്കുക എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ എല്ലാം. ഇതൊക്കെ കടകളാണ്, സുവനീർ ഷോപ്പുകളും പിന്നെ ATM, പിന്നെ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. സമയം ഇപ്പോൾ രാവിലെ 11 മണിയായി. ഒരു മനുഷ്യനില്ല ഒരിടത്തും. അതായത് ഇവിടെ സമ്മറിൽ ആരും വരണില്ല.
ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇവിടെ സമ്മറിലാരും വരുന്നില്ല, അതാണ് അവസ്ഥ. സോറി, വിൻ്ററിലാരും വരുന്നില്ല, സമ്മറിലാണ് എല്ലാവരും വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ചോക്ലേറ്റ് മ്യൂസിയം ഉണ്ട്, ചോക്ലേറ്റ് മ്യൂസിയം. അതാണ് അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ അങ്ങ് ദൂരെ നമുക്കൊരു പള്ളി കണ്ടോ, ആ പള്ളി കാണാൻ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതൊരു പുതിയ പള്ളിയാണ്, എനിക്കത് വലിയ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നില്ല. ശരിക്കും എത്ര ഡെസേർട്ടഡ് അല്ലേ ഈ സ്ഥലം, നോക്കിയേ. ഒരറ്റം മനുഷ്യരില്ല, ഗ്രാമത്തിലും ആരുമില്ല, ഇവിടത്തുകാരും ആരുമില്ല, മൊത്തത്തിൽ വിജനം. പിന്നെ ഞാൻ ആ ലേക്കിൻ്റെ സമീപത്തെത്തി. ശരിക്കും ഇങ്ങനെ ഫ്രോസണായി കിടക്കുന്ന ലേക്കിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് ലേക്ക് ബൈക്കിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പമുള്ളൊരു ലേക്കാണ് ലേക്ക് ബൈക്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ലേക്ക് ബൈക്കൽ. റഷ്യയിലെ സൈബീരിയൻ പ്രൊവിൻസിലാണ് ലേക്ക് ബൈക്കിലുള്ളത്. നമ്മൾ പണ്ട് അവിടെ പോയിരുന്നു. നമ്മൾ പോയത് എക്സ്ട്രീം സമ്മറിലാണ്. ആ സമയത്ത് അതിമനോഹരമാണ് ആ ഒരു ലേക്ക് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയാണ്. അതായത് ശരിക്കും ലേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷിപ്പ് വരെയാണ്, അതായത് കടൽ പോലെയാണ് ബേസിക്കലി, തിരയടിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ലേക്ക് ബൈക്കൽ എന്ന് പറയുന്ന സ്ഥലം വിൻ്റർ ആകുമ്പോഴത്തേക്കിനും അവിടെ കംപ്ലീറ്റ് വിൻ്റർ ആക്ടിവിറ്റീസാണ്. അതായത് വണ്ടി ഇറക്കി ഈ ലേക്കിലൂടെ ഡ്രിഫ്റ്റ് ചെയ്യുക, പിന്നെ ഈ അതായത് ഈ വിൻ്ററിലെ മറ്റേ ഐസ് ഫിഷിങ്, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ്, സ്കേറ്റിങ് പരിപാടികളൊക്കെ ആയിട്ട് ആ ലേക്ക് ഭയങ്കര സജീവമാണ് ആ സമയത്ത്. എനിക്കൊരിക്കൽ സൈബീരിയയിൽ വിൻ്ററിൽ ആ ലേക്കിൻ്റെ അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് റഷ്യയിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലങ്ങളിലൊന്നാണ് ലേക്ക് ബൈക്കൽ. ഈ ത്രാക്കായ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചരിത്രവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ദ കറൈംസ് ഓഫ് ലിത്വാനിയ ആർ എ പീപ്പിൾ ഓഫ് തുർക്കിക് ഒറിജിൻ പ്രൊഫസിങ് കറൈസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ശരിക്കും ഇതൊരു കുഞ്ഞു രാജ്യമാണ് എന്നുണ്ടെങ്കിലും ഒട്ടേറെ കഥകളും ചരിത്രം പറയാനുള്ള ഒരു രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലിത്വാനിയനെ പറ്റി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അയ്യോ ഒന്നും പറയണ്ട, എത്ര വിജനമാണെന്ന് ഈ സ്ഥലം. ഇവിടെ ഈ എന്താ പറയുക, ഇവർ എനിക്ക് തോന്നുന്നു ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത്. അവർ എന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയെപ്പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതവരാണ് ഈ തണുപ്പത്ത് ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ കാണുന്നത് ഒരു മ്യൂസിയമാണ്, നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്. അതൊക്കെ ക്ലോസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഒന്നും കാണുന്നില്ല അവിടെ ഒന്നും ആര്. റോഡിൽ വണ്ടി പോകുന്ന സ്ഥലത്ത് ഇതുപോലെ ബെഞ്ച് ഇട്ടിരിക്കുന്നതുണ്ടോ, അങ്ങനെ അവിടെ ബെഞ്ച് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ആളുകൾ വന്നിരിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലിവിടെ വണ്ടി ഓടിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും വണ്ടി ഓടിക്കുക എന്ന് ഞാൻ ആലോചിക്കുന്നത്. എത്ര കെയർഫുള്ളായിട്ടായിരിക്കും അവരൊക്കെ വണ്ടി ഓടിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുത്തെ സാധാരണ വീടുകളാണ് ഞാൻ ഈ കാണുന്നത്. നോക്കി എത്ര ബ്യൂട്ടിഫുള്ളല്ലേ ശരിക്കും. ഇതുപോലെയുള്ള വീടുകളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഴയ വീടുകളൊക്കെ പ്രിസേർവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ഒരു നാടിൻ്റെ ഇവിടെ താമസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെടിയൊക്കെ ഉണ്ട്, ആളുകൾ താമസമുള്ള വീടുകളാണ്. കണ്ടോ അതിൻ്റെ പുറകിൽ കണ്ടോ. ഓ വാവ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല. മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു നിർമ്മിതിയാണ്. കൊള്ളാം അല്ലേ. ഞാനൊരു സീറോ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞാൻ ആക്ച്വലി ഇവിടേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്ത ഫാഹിം പറഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ ഈ സ്ഥലത്തെ പറ്റി അറിയുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്നതും. പക്ഷേ ദിസ് പ്ലേസ് ഈസ് റിയലി നൈസ്. ഇത് ആക്ച്വലി ഓഫ് സീസൺ ആയിട്ട് പോലും ഞാൻ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു. എത്ര നീറ്റാണ്, എത്ര ക്ലീനാണെന്ന് നോക്കിയേ. വില്ലേജൊക്കെ റോഡിൻ്റെ നടുവിൽ കാപ്പി ഉണ്ടാക്കി തരുന്ന മെഷീൻ. ഇത്രയും വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വേണ്ട ഇത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇതൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു കേട്ടില്ല. ഇത് അവിടെ ഹോം സ്റ്റേ ആൻഡ് കഫേ എല്ലാം അടച്ചിട്ടിരിക്കുക. ശരിക്കും ഇവിടെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇതൊക്കെ എന്തൊക്കെയോ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളാണ്. കണ്ടില്ലേ എല്ലാ സംഭവങ്ങളും. ഒറ്റ മനുഷ്യനില്ലെന്നേ ഉള്ളൂ. വിൻ്റർ ടൂറിസം എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ മാത്രമാണ് അടിപൊളിയായിട്ടുള്ളത്. ഇവിടെയൊക്കെയുള്ള ആൾക്കാർ വിൻ്ററിൽ സത്യം പറഞ്ഞാൽ വേറെ പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ യൂറോപ്യൻസൊക്കെ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ഉണ്ടല്ലോ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, അവിടേക്ക് ട്രാവൽ ചെയ്യും ഇവർ. ഇവർക്ക് ഈ ബീച്ച് എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. അപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടേക്ക് ഇങ്ങനെ ഇവർ ട്രാവൽ ചെയ്യും. ഇവിടെ ഫുൾ മെയിൻ്റനൻസും അങ്ങനത്തെ പരിപാടികളും, ക്ലീനിങ്, ഇവിടെ ആ സ്നോ ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഇവർക്ക് എന്ത് ലാഭമെന്നറിയോ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അതായത് ഇവിടെ ഒരു നേരം മിനിമം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു 10 യൂറോ മിനിമം വേണം എന്ന് പറഞ്ഞാൽ 1000 രൂപ. 1000 രൂപയ്ക്ക് നമ്മുടെ നാടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഒരു ഹോസ്റ്റൽ ബെഡ്, പിന്നെ
100-150 രൂപ വെച്ചിട്ട് 1000 രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുഡും 3 നേരത്തെ ഭക്ഷണവും കഴിക്കാം. അത്ര അഫോർഡബിൾ അല്ലേ ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതായത് ഇവരിവിടെ 3 നേരം ഭക്ഷണം കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു ദിവസം രാജാവിനെ പോലെ വേണമെങ്കിൽ താമസിക്കാം. അത്രയ്ക്ക് അഫോർഡബിളാണ് ഇവർക്കൊക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികൾ ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എത്ര വിദേശി വരുന്നു, എത്ര ബാക്ക് പാക്കർ വരുന്നു, എത്ര ആളുകൾ വരുന്നു. നമ്മുടെയൊക്കെ പൊട്ടൻഷ്യൽ, നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ ഇപ്പോഴും കേരള ടൂറിസം പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പല നയങ്ങളും മാറണം. ഇവർക്കൊക്കെ ഒരു ഫോറിനറെ സംബന്ധിച്ച്, ഒരു യൂറോപ്പിനെ സംബന്ധിച്ച് അവന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വൈൻ അല്ലെങ്കിൽ ഒരു ബിയർ അത് കുടിക്കണം, അത് നിർബന്ധമാണ്. അതങ്ങനെയാണ് അവരുടെ കൾച്ചർ. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ചേഞ്ച്, ഡ്രാസ്റ്റിക്കലി ചേഞ്ച്. അതൊന്നും ആളുകൾക്ക് അറിയില്ല. നിങ്ങൾ ഏത് രാജ്യത്തും പോയി നോക്ക്, ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ലിക്കർ പോളിസി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മുടെ നാട്ടിൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി പോലെയാണ് പല സ്ഥലത്തും ഈ ബിയറും വൈനും ഒക്കെ കിട്ടുന്നത്. അതിപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാര്യം കേരള ടൂറിസം മനസ്സിലാക്കുക. ഓ മൈ ഗോഡ്, ഇതിങ്ങനെ നടന്ന് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഇവിടുത്തെ ആ മൾട്ടി കളർ വീടുകൾ, ദാറ്റ് ഹാസ് അട്രാക്റ്റഡ് മീ എ ലോട്ട്. ആ വീടിൻ്റെ കളർ നോക്കി, അതിൻ്റെ പുറകിലത്തെ വീടിന് വേറൊരു കളറ്, എല്ലാം വേറെ വേറെ കളറിലുള്ള വീടുകൾ. ഇവിടുത്തെ വീടുകൾ വളരെ ഭംഗിയുള്ള വീടുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു സുവനീർ സ്റ്റോറും അതേപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും ഉണ്ട്. അത് ഓപ്പണാണ്. ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ബസ്സൊന്നുമില്ല. ഞാനങ്ങനെ ആ ഒരു ലേക്ക് സൈഡിലെത്തിയിരിക്കുകയാണ്. ലേക്ക് സൈഡിൽ എനിക്ക് അവിടെ അങ്ങ് ദൂരെ ബോട്ടൊക്കെ കിടക്കുന്നത് കാണാം. ബോട്ടൊക്കെ വെള്ളത്തിൽ ഫ്രീസായി കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ഫുഡ് ട്രക്ക് ഈസ് ഓപ്പൺ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ സൈറ്റ് സീയിങ് ഹോളിഡേ ബോട്ടുകളൊക്കെ അവൈലബിൾ ആണെന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ കാസിൽ, ഈ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോകണം കാസിൽ കാണാനായിട്ട്. അതൊരു ഐലൻഡാണ്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഇത് അനങ്ങൂല, ഉണ്ടല്ലേ, എത്ര ചെയ്താലും അനങ്ങൂല. അത്രയ്ക്ക് ഹാർഡായിട്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ മൊത്തം. എന്നെപ്പോലെ ഇങ്ങനെ വരുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ടൂറിസ്റ്റുകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലം സമ്മറിൽ കാണാനാണ് അതിമനോഹരം എന്ന് പറയേണ്ടത്. വിൻ്ററിൽ ഇപ്പോൾ ഇങ്ങനെ മൂടിപ്പുറച്ചിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇതിൻ്റെ നടുവിലായിട്ട്, ആ ഒരു ലേക്കിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഞ്ഞ് ഐലൻഡ്, ആ കുഞ്ഞ് ഐലൻഡിൻ്റെ നടുവിൽ 14th സെഞ്ച്വറിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലസ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ തേക്കടിയിൽ നമ്മുടെ തേക്കടി തടാകത്തിന് നടുവിൽ KTDCയുടെ ഒരു റിസോർട്ടുണ്ട്. KTDC ലേക്ക് പാലസ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. അതായത് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത്, അതിപ്പോൾ KTDC അവിടെ അടിപൊളി ഒരു റിസോർട്ടാണ്. വളരെ കുറച്ച് റൂമുകളേ ഉള്ളവിടെ. അവിടെ ഞാൻ പണ്ട് പോയി താമസിച്ചിട്ടുണ്ട്. അതൊരു അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഇനിയൊന്നും അവിടെ പോയി താമസിക്കണം. ഞാൻ ചിലപ്പോൾ ട്രിപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പോകും. അവിടെ ഒരു പ്രത്യേക നമ്പർ ഓഫ് മുറിയുണ്ട്, അതിൻ്റെ നമ്പർ മറന്നുപോയി. ആ റൂമിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേക്ക് വ്യൂവും അതേപോലെ തന്നെ ലേക്കിൽ ചിലപ്പോൾ അപ്പുറത്ത് ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നതും ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ടിരുന്ന് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇപ്പോൾ അത് എക്സ്പെൻസീവ് ആക്കിയെന്നത്, പണ്ടത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ അതൊരു ഒന്നൊന്നര ഒരു റിസോർട്ടാണ്. ആ KTDCയുടെ റിസോർട്ടുകളെല്ലാം അടിപൊളിയാണ്, പക്ഷേ ഇത് വേറെ ലെവലാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക്. ഒരു സിമിലർ എന്താ പറയുക, എൻവയോൺമെൻറ്റിൽ സിമിലർ ഭൂപ്രകൃതിയിലുള്ളൊരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ആനയില്ലെന്നേ ഉള്ളൂ. എന്തുവാടേ ഇത്? എന്നാലും there is no one. ഒറ്റ മനുഷ്യനില്ല. നോക്ക്. അങ്ങനെ ഞാൻ ആ ഒരു പാലസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ അവിടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സമയത്ത്, ആ കൺവെൻഷൻ്റെ സമയത്ത് പമ്പാ നദിയുടെ മുകളിലൂടെ ആളുകൾക്ക് നടന്നു പോകാനായിട്ട് ഇതുപോലത്തെ പാലം ഉണ്ടാക്കും. അത് ടെമ്പററി പാലമാണ്, ഇത് പെർമനൻറ്റ് പാലമാണ്. പക്ഷേ ഇപ്പം നമുക്ക് പാലമൊന്നും വേണ്ട ഇവിടെ. ഇപ്പം ഇതെല്ലാം ഐസായി കിടക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടി ഈസിയായിട്ട് നടന്നു പോകാം. ഇത് കൊള്ളാട്ടോ. മഴ പെയ്തു തുടങ്ങി ഗൈസ്. മഴ വിൻ്റർ ആയതുകൊണ്ട് ഓഫ് സീസൺ അല്ലേ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ 14th സെഞ്ച്വറിയിലെ ഒരു കോട്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഫുള്ള് മെയിൻ്റനൻസ് ആണ്. അതൊക്കെ എല്ലാം മെയിൻ്റനൻസ് അടക്കമാണ്. നല്ല അടിപൊളി കെട്ടിടങ്ങൾ, പൊളിയല്ലേ. അതാണ് മെയിൻ ഒരു കോട്ട എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഒരു കോട്ടയുടെ മുമ്പിൽ നമുക്ക് ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ കാണാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള
ഒരു നിർമ്മിതിയാണത്. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട ഒരു ഡോം പോലത്തെ ഒരു സംഭവം. നൈസ് അല്ലേ? ഇവിടെ കുറച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് എന്തോ ടൂർ എന്തോ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിയൊക്കെ ഇതിനകത്തേക്ക് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പണി പാളിട്ടോ. ഇനി 2.5 കിലോമീറ്റർ ഞാൻ തിരിച്ച് നടക്കണം. അത് മാത്രമല്ല മഴ പെയ്യുന്നു. ഞാൻ ഇനി എന്നെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. മഴ പെയ്യുന്നു. നമുക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ കയറിയിട്ട് ഒരു സുവനീർ വാങ്ങിക്കാം. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനൊരു വുഡൻ സുവനീർ വാങ്ങിച്ചു. വിൽനിയസ്, ലിത്വാനിയ എന്ന് എഴുതിയിരിക്കുന്നൊരു സാധനം. ഇതിന് 3.5 യൂറോ. ആളുകളൊക്കെ മറ്റേ ബോട്ടൊക്കെ ഇതിൻ്റെ മേളിൽ കയറ്റി കരയ്ക്ക് കയറ്റി ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ബാറുകളും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് അല്ല. എന്നെപ്പോലെ വരുന്നവർക്ക് ഒരു സുവനീർ ഷോപ്പ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ ഒരു ഷോപ്പ്, പിന്നെ ഇവിടുന്ന് ബസ്സുണ്ട്. പക്ഷേ 1/2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ ബസ്. 1/2 മണിക്കൂർ കഴിഞ്ഞുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ട്രെയിൻ കിട്ടൂല. നല്ല മണം വരുന്നു, നല്ല മണം. അല്ല കിട്ടിലും ബോട്ടൊക്കെ കയറ്റി മേളിൽ വെച്ചിരിക്കുന്ന കണ്ടില്ലെന്ന് നോക്കി. പാർട്ടി ബോട്ടെന്ന്. അതായത് ഇതൊക്കെ ഇലക്ട്രിക് ബോട്ടുകളാണ് കേട്ടോ. പാർട്ടി ബോട്ട് കണ്ടില്ലേ, സെറ്റപ്പാ അല്ലേ? എന്തൊക്കെ പരിപാടികളാണ് ഇതൊക്കെ. ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഉറച്ച് കിടക്കുക കണ്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഉറഞ്ഞു കിടക്കുന്നുണ്ടല്ലേ. അവിടെ ദൂരെ കിടക്കുന്ന കണ്ടോ ബോട്ടൊക്കെ. അനങ്ങൂല ബോട്ടൊന്നും. അതവിടെ ഉറഞ്ഞു കിടക്കുകയാണ് കണ്ടില്ലേ, അനങ്ങത്തിലാവുന്നു. അത് വലിയ ബോട്ടല്ലേ, അത് കരക്കയറ്റി വെക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്ത് സെറ്റപ്പ്, എന്ത് വിചനമാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഇവരുടെയൊക്കെ കഞ്ഞിയോട് മുട്ടുകയല്ലേ ബേസിക്കലി വിൻ്റർ ആകുമ്പോൾ അല്ലേ. കംപ്ലീറ്റ്ലി ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്ത് ഓഫ് സീസൺ. അങ്ങ് ദൂരെ നമുക്ക് അവിടെ കോട്ടേജുകളൊക്കെ കാണാം. അവിടെയും ബോട്ടുകളൊക്കെ എടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട്. ഒറ്റ മനുഷ്യനില്ലാതെ, ആരുമില്ലാതെ. ശരിക്കും വിൻ്റർ ഇവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരായിരിക്കും. പക്ഷേ എന്താണ് അങ്ങനെ വരാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ഇവിടെ നമുക്ക് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോർട്ടിൻ്റെ ഭാഗമായിട്ടൊരു സ്ഥലമാണ്. ഇവിടെ ലേക്കിന് സമീപത്തായിട്ട് ആ പാലസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർട്ടും ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞു ഗ്രാമം. നമ്മുടെ കുമ്പളങ്ങിയില്ലേ, കുമ്പളങ്ങി. എന്ത് അടിപൊളി സ്ഥലമാണെന്നറിയോ. കടമ്പക്കുടി അതൊക്കെ എന്ത് അടിപൊളി സ്ഥലമാണെന്നറിയോ. ലോക്കൽ ടൂറിസം മാത്രമേ കുമ്പളങ്ങിയിലൊക്കെ വരുന്നുള്ളൂ. അവിടെ എത്ര ഫോറിനേഴ്സ് വരുന്നു കുമ്പളങ്ങി പോലത്തെ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. ലൈക്ക് അത് വേറെ എവിടെ കാണാൻ കിട്ടും അങ്ങനെ സ്ഥലങ്ങളൊക്കെ. എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര ഭംഗിയാണ്. നല്ല നല്ല ഹോം സ്റ്റേകളും നല്ല നല്ല റിസോർട്ടുകളൊക്കെ അവിടെയൊക്കെ പണിയാൻ അനുവദിക്കണമെന്നേ. അങ്ങനെയൊക്കെ പണിതാൽ മാത്രമേ ആൾക്കാർ വരുള്ളൂന്നേ. ഇല്ലേ, ഇപ്പോൾ കുമരകത്ത് അത്രയും റിസോർട്ടുകൾ വന്നതുകൊണ്ടല്ലേ കുമരകം ഒരു ഡെസ്റ്റിനേഷനായി മാറിയത് അല്ലേ. അതേപോലെ നമ്മുടെ കൊല്ലത്ത് മൺട്രോത്തുരുത്ത്. ഈ മൺട്രോത്തുരുത്ത് എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ് മൺട്രോത്തുരുത്തൊക്കെ. എത്ര ബ്യൂട്ടിഫുള്ളാണ്. വർക്കല മാത്രം പോയാൽ മതി ആൾക്കാർ. മൺട്രോത്തുരുത്തും വരണമെന്നേ. വർക്കല പോകുന്നവൻ മൺട്രോത്തുരുത്തും വരണം. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ ഇല്ലേ. റെഡിയാവുമായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ. ഇപ്പോൾ ഈ ഒരു നാട് നിങ്ങൾ കാണുകയല്ലേ. ഈ ഒരു നാട് ഇവർക്ക് ആകെ സമ്മർ എന്ന് പറഞ്ഞ് കിട്ടുന്നതൊരു 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം. ഈ സമയത്ത് മാത്രമാണ് ഇവിടെ ടൂറിസം ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്ക് 365 ഡേയ്സും നമുക്ക് ടൂറിസം ചെയ്യാൻ പറ്റും. 365 ദിവസവും നമുക്ക് മഴയുണ്ടെന്നുണ്ടെങ്കിൽ ആ മഴ കാണാനും മഴ ആസ്വദിക്കാനും ആൾക്കാർ വരും ഇല്ലേ. അപ്പോൾ അത്രയധികം പൊട്ടൻഷ്യൽ നമ്മുടെ കേരളത്തിലുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ശരിക്കും നന്നായി യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്താണ്ടല്ലോ നമുക്ക് ടൂറിസം ഭൂപടത്തിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരള നമ്പർ 1 ആക്കാൻ പറ്റും. ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ വിജനമായ ഗ്രാമത്തിലൂടെ രാവിലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തണുപ്പത്ത് നടന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ തിരിച്ചവിടെ എത്തുമ്പോഴത്തേക്കിനും 6.5 കിലോമീറ്റർ രാവിലെ നടന്ന്. വണ്ടിയില്ല, ടാക്സി ഇല്ല, ബസ്സില്ല, ഒരു കുന്തമില്ല ഗൈസ്. ആക്ച്വലി നിങ്ങളിവിടെ ആരെങ്കിലും വിൻ്റർ അല്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ മറ്റേ ബോൾട്ടിൻ്റെ മറ്റേ ബൈക്ക് എടുത്താൽ മതി. അത് വിൻ്ററിൽ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, അതാണ് ഇല്ലാത്തത്. 1 കിലോ പഴത്തിന് 1.2 യൂറോ ഉള്ളൂ. അത് ഭയങ്കര ലാഭമല്ലേ അത്. അയ്യോ, ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാ ചുമ്മാ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെ കുറവാട്ടോ. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ആ കടയിൽ പോയപ്പോൾ ഞാൻ എന്തൊക്കെയോ 2 കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും അവരെന്തൊക്കെയോ പറഞ്ഞു അവരുടെ ഭാഷയിൽ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് നമുക്ക് വിൽനിയസിലേക്കും അതേപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്ന് ബസ്സുണ്ട്. ട്രാക്കു ഓട്ടോ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റേഷനാണ് എൻ്റെ സംഭവം. ഓട്ടോ ബാരി എന്ന് പറയുന്നത് തുർക്കി വേട.
എനിക്ക് തിരിച്ചു പോകേണ്ട ട്രെയിൻ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ആ ട്രെയിനിൽ വന്നിറങ്ങി എന്നെ പോലെ വരുന്ന കുറച്ച് ടൂറിസ്റ്റുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഈ ട്രെയിൻ സർവീസ് ശരിക്കും ഇങ്ങനെയാണ്. അതായത് ഒരാളിവിടെ വന്നിറങ്ങിയിട്ട് ആ ആൾ നടന്നു പോയിട്ട് ക്യാസിൽ കണ്ട് തിരിച്ച് വന്നിട്ട് അടുത്ത ട്രെയിനിന് കയറി പോകാം എന്നുള്ള രീതിയിലാണ് ആ ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂറോപ്പിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ബസ്സാണ് ചീപ്പ്. അതായത് ട്രെയിനിനെക്കാട്ടി ലാഭം ബസ്സിൽ പോകുന്നതാണ്. ട്രെയിൻ ഇവർ കംഫർട്ടായിട്ട് കാണുന്നൊരു സാധനമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ബസ്സും കംഫർട്ടിന് കുറവൊന്നുമില്ല, ബസ്സും അടിപൊളി കംഫർട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ലൈക്ക് ബസ്സിലിരുന്ന് വരണം, ട്രെയിനിൽ ഇരുന്ന് വരണം. ഇവിടെ സ്ലീപ്പർ ട്രെയിനൊക്കെ വളരെ കുറവാണ്, എല്ലാം പകൽ ഓടുന്ന ട്രെയിനുകളാണ്. റെയിൽവേ പാസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ലാഭമാണ്. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും യൂസ് ചെയ്യാം. ബസ്സാകുമ്പോഴത്തേക്കിനും നമ്മളീ പറഞ്ഞ പോലെ വിമാന നിരക്ക് പോലെയാണ്. നേരത്തെ എടുത്താൽ 10 യൂറോയ്ക്ക് കിട്ടും, ലാസ്റ്റ് സമയത്ത് എടുത്താൽ ചിലപ്പോൾ 20-25 യൂറോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ ഫ്രണ്ട് സീറ്റ് സൈഡ് സീറ്റൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കണം. സീറ്റ് സെലക്ഷനും പൈസ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ യൂറോപ്പ് ട്രാവൽ നമ്മൾ നേരത്തെ കുറച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഹൈ, എന്താ ഭംഗിയാ ട്രെയിൻ അല്ലേ? വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിവിടെ എൻഡാ, ഇത് കണ്ടില്ലേ, എൻഡാണ്. ഈ വേറെ ഒന്നും ഇല്ല ഇവിടെ. ഈ ട്രെയിനിൻ്റെ റെയിൽവേ റൂട്ട് ഇവിടെ എൻഡിങ് ആണ്. അതായത് ഇത് ഇങ്ങോട്ട് വരുന്നു, ഇതിന് ലോക്കോ മാറ്റിയിടാൻ പോലും പറ്റില്ല. അവൻ ലോക്കോ ഇല്ലല്ലോ, ഇങ്ങനത്തെ കുട്ടി ട്രെയിനിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നു, ഡ്രൈവർ ഇറങ്ങി അപ്പുറത്ത് പോകുന്നു, മെട്രോ ഓടിക്കുന്ന പോലത്തെ സംഭവം. ഇതിവിടെ എൻഡാ അല്ലേ? അത് ശരി. ഇങ്ങനെ കുറച്ച് ട്രെയിനുകളെ റൂട്ടുകളെ ഇവിടെ ഉള്ളൂ. ആ കാണുന്ന ഒരു ശ്മശാനം, ഇത് ഇവരുടെ രാജ്യത്തിൻ്റെ ലോഗോ ആണോ എന്ന്, രാജ്യത്തിൻ്റെ എംബ്ലമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിതുവരെ ട്രെയിനിൽ യാത്ര ചെയ്യാതിരുന്നൊരു രാജ്യം പോർച്ചുഗലാണ്. പോർച്ചുഗൽ ട്രെയിനിൽ നമ്മൾ കയറിയില്ല, ബാക്കി എല്ലാ ട്രെയിനിലും ഇപ്പോൾ നമ്മൾ കയറി. സമ്മർ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുള്ളായിരിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ദിസ് ഇസ് എംപ്റ്റി. ഇവരുടെ ഫ്ലാഗൊക്കെ ഉണ്ട് അവിടെ കണ്ടില്ലേ. പിന്നെ എല്ലാ ട്രെയിനിലും വൈഫൈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നൈസാട്ടോ, നമുക്ക് എവിടെ വേണേൽ കയറിയിരിക്കാം. മേളിലോ ഇങ്ങനെയാണോ? താഴെ മേളിലൊക്കെ ഉണ്ടല്ലേ. ഇത് ഫസ്റ്റ് ക്ലാസ്. അയ്യോ, ഇത് ഫസ്റ്റ് ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റൂല. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സും എല്ലാം കണക്ക് തന്നെ. ഒരു ക്ലാസ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സംഭവം അടിപൊളിയാണല്ലോ മൊത്തത്തിൽ. അയ്യോ, കണ്ടില്ല, ആരുമില്ല, കണ്ടില്ലേ. എന്ത് കിടിലൻ ട്രെയിനല്ലേ, എന്ത് വൃത്തിയുള്ള, എന്ത് നീറ്റ് ട്രെയിനല്ലേ. മതിയായി, സത്യം പറഞ്ഞാൽ മതിയായി. 2 മണിക്കൂർ സമയം കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് ആ പാലസ് പോയി കണ്ടിട്ട് വന്നത്. 6.5 കിലോമീറ്റർ നടന്നത്. നിരപ്പായിട്ടുള്ള വഴിയായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, സിമ്പിളായിട്ട് നടന്നിട്ട് വന്നു. കാലൊക്കെ വേദനിക്കുന്നു. റെസ്റ്റ് എടുക്കട്ടെ. 1/2 മണിക്കൂറേ ഉള്ളൂ ട്രെയിൻ. ഈ സാധനം കണ്ടോ, ഇത് ട്രെയിനിൽ വീൽ ചെയർ കയറ്റുന്നതിന് വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് ഇതിങ്ങനെ വന്നിട്ട് തുറന്ന് വെക്കും, എന്നിട്ട് അതിൽ നിന്നും വീൽ ചെയർ കയറ്റി നമുക്ക് ഇവിടെ അകത്ത് കൊണ്ടുവന്ന് നമുക്ക് വീൽ ചെയർ വെച്ചിട്ട് അകത്ത് പോയിരിക്കാം. ഇവിടെ തന്നെ ഇരിക്കാനുള്ള, ക്ലാമ്പ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇവിടെയൊക്കെ എക്സ്ട്രീം വിൻ്റർ വരുന്ന സമയത്ത് വരികയാണെങ്കിൽ ഫുൾ എല്ലായിടത്തും സ്നോ വീണ് കിടക്കുന്ന കാണാം. ഇപ്പോൾ സ്നോ ഒക്കെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൊത്തത്തിൽ. എന്തായാലും അടിപൊളിയായിരുന്നു. വി ആർ ബാക്ക്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിയാണല്ലോ, ഈ പണ്ടത്തെ സോവിയറ്റ് ഭരിച്ചിരുന്ന രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യയൊക്കെ നമ്മൾ കണ്ടു, റഷ്യ കണ്ടു. പിന്നെ ഈ യൂറോപ്പിൽ പല രാജ്യങ്ങളും പണ്ട് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ്. അതിൽ റഷ്യ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ രാജ്യങ്ങളാണ് അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരവും ബാക്കിയുള്ള സെറ്റപ്പും ഡെവലപ്മെൻറ്റും ഒക്കെ കാര്യമായിട്ട് വന്നിരിക്കുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും പുറകിലാണ്, കയറി വരുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും പുറകിലാണ്. എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ യാത്രകളിൽ. ഇനിയും നമ്മൾ ലാറ്റ്വിയ, എസ്റ്റോണിയ, അതൊക്കെ സോവിയറ്റ് ഭരിച്ചിരുന്ന ഇതേപോലത്തെ രാജ്യങ്ങളാണ്. നമ്മൾ ഇനിയിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ സിറ്റിയിലൊന്ന് കറങ്ങണം, അതിന് ശേഷം നമ്മൾ ലാറ്റ്വിയയ്ക്ക് പോകും. എന്തായാലും സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. ഇതുവരേക്കും ബൈ.